Hi friends, welcome to Craftwonders. ഞാനൊരു ആർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഇൻവിസിബിൾ ഇങ്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു. ഇൻവിസിബിൾ ഇങ്ക് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ആർട്ടാണത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. അത് സക്സസ് ആവോ എന്നുള്ളത് എനിക്കറിയില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ടല്ലോ, ഇതിൽ ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇൻവിസിബിൾ ഇങ്ക് ഉണ്ടാക്കുന്നതും ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് സക്സസ് ആവും എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻവിസിബിൾ ഇങ്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കിംഗ് പൗഡർ വേണം, അതുപോലെ തന്നെ ടർമറിക് പൗഡർ, പിന്നെ സാനിറ്റൈസർ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് മിക്സ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഹോട്ട് വാട്ടറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതാണ് നമ്മൾ ഇതിൻ്റെ ബേസിക് കോട്ടായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയും അതുപോലെ സാനിറ്റൈസറും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു ലിക്വിഡ് ഫോമായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചെറിയൊരു പിക്ചർ വരച്ച് നോക്കാം. എന്നിട്ട് അതിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിന് ശേഷം സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പോർട്രേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വരച്ച് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഫ്ലവർ ലീഫൊക്കെ വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഹോട്ട് വാട്ടറും കൂടി എടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് വരയ്ക്കേണ്ടത്, അതായത് ലൈൻസ്, റെഡ് ലൈൻസ് വരേണ്ടത് എവിടെയൊക്കെയാണ് അവിടെയൊക്കെ നമുക്ക് ഇത് വരച്ചു കൊടുക്കാം. പിന്നെ ഞാൻ നമ്മുടെ ആ മിക്സ് ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഒരു സംഭവം എഴുതുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അവസാനം നമ്മളിത് അവസാനം പെയിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തതാണോ വന്നിട്ടുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബേസിക് കോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൊന്ന് ഡ്രൈ ചെയ്യാൻ വെക്കണം. നനവോട് കൂടി ചെയ്യരുത്. ഡ്രൈ ആയതിന് ശേഷം നമുക്ക് നമ്മുടെ യെല്ലോ പൗഡറും അതുപോലത്തെ സാനിറ്റൈസറും മിക്സ് ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇൻവിസിബിൾ ഇങ്ക് ഉപയോഗിച്ച് ചെയ്ത ഭാഗങ്ങളൊക്കെ റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് സക്സസ് ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇനി ഞാൻ മുകളിൽ എഴുതിയിട്ടുള്ള സംഭവം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഞാൻ എന്താ എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്താണ് സംഭവം, നിങ്ങൾ എഴുതിയത് തന്നെയാണോ ഞാൻ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. യെസ്, ക്രാഫ്റ്റ് വണ്ടേഴ്സ്. എൻ്റെ ചാനലിൻ്റെ പേരാണ് ക്രാഫ്റ്റ് വണ്ടേഴ്സ്. ഇത് തന്നെയാണോ എല്ലാവരും എഴുതിയിട്ടുള്ളത്? ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഫ്രണ്ട്സിനൊക്കെ സർപ്രൈസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സംഭവമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പോർട്രേറ്റ് വരയ്ക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസിക് കോട്ട് അടിച്ച് അത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആരെയാണ് വരച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനൊരു ക്ലൂ തരാം. നമ്മുടെ വേൾഡ് കപ്പൊക്കെ നടക്കുകയാണ്. അതിലൊരു ശരിക്കും പറഞ്ഞൊരു മിന്നും താരം, ഇതിഹാസ താരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. യെസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലേ ഇതാരാന്നുള്ളത്. അതായത് നമ്മുടെ റൊണാൾഡോ ആണ് കേട്ടോ. ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ സർപ്രൈസ് ചെയ്യിക്കാം കേട്ടോ. നമ്മുടെ ബേസിക് കോട്ട് അടിച്ച് ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ ടർമറിക്കിൻ്റെ മിക്സ് ഉണ്ടാക്കിയതിന് ശേഷം അത് അവരോട് തന്നെ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് അവരെ നമുക്ക് സർപ്രൈസ് ചെയ്യിക്കാൻ പറ്റും ഇതുപോലെ.
നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെഡ് കളർ വരുന്നത് എന്നുള്ളത്? അതായത് ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടർമറിക് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഈ ടർമറിക് പൗഡറും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ഉണ്ടാകുന്നത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ മഞ്ഞപ്പൊടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മൾ സോപ്പും പൊടി ഇട്ട് കഴുകുമ്പോൾ ആ ഭാഗം റെഡായിട്ട് വരുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഈ ഒരു ക്ലോത്തിൽ ജസ്റ്റ് ഒരു മഞ്ഞൾപ്പൊടി അങ്ങനെ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സോപ്പും പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കഴുകി നോക്കാം. ഇപ്പോൾ ഈ ഗ്ലാസ്സിൽ ഞാൻ സോപ്പും പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് പുരട്ടി നോക്കാം. കണ്ടല്ലോ, കളർ ചേഞ്ച് ആയത് കണ്ടല്ലോ. ഇതേ ഒരു സംഭവം തന്നെയാണ് നമ്മൾ ഇതിലും വരുന്നത്. അപ്പൊ സംഭവം അടിപൊളിയാണ്, വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഒരു ഡിഫറെന്റ് പാറ്റേൺ ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ സർപ്രൈസ് ചെയ്യാൻ പറ്റിയ ഒരു ആർട്ടാണിത്. നമ്മൾ ആദ്യം ഇതിന്റെ ബേസിക് കോട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ ടർമറിക് പൗഡർ വെച്ചിട്ടൊന്ന് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ സർപ്രൈസ് ആയി തോന്നും. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു ഡിഫറെന്റ് ഒരു ആർട്ടാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ആർട്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യണം. ഇൻസ്റ്റഗ്രാമിൽ ക്രാഫ്റ്റ് വണ്ടേഴ്സ് ലിജി തന്നെയാണ് പേജിന്റെ പേര് വരുന്നത്. അപ്പൊ ഞാനത് എൻ്റെ സ്റ്റോറീസിലും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ ഇനി മറ്റൊരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസുമായി ഇനിയും കാണാം. ബൈ ബൈ.